ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ് us examine how to write the IUPAC name of the compound given below based on the റൂൾ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ അത് ചെയ്ത് നോക്കാം. ഇവിടെ CH3 CH2 CH2 CH CH3 ഒരു ബ്രാഞ്ച് CH3. ഇപ്പോൾ പേരെഴുതുന്നതിൻ്റെ അതിൽ കണ്ടുപിടിക്കേണ്ട ഓരോ കാര്യങ്ങൾ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ നേരെ നോക്കുക, എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 കാർബൺ ആറ്റം. CH3 CH2 CH2 CH CH3. ഇപ്പോൾ മെയിൻ ചെയിനിൽ 5 കാർബൺ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ വേർഡ് റൂട്ട് 5 എണ്ണം വരുമ്പോൾ പെൻറ്റെയിൻ ആണ്. അപ്പോൾ വേർഡ് റൂട്ട് പെൻ. സഫിക്സ് ഇത് സിംഗിൾ ബോണ്ട് ആണ്, ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ ഡബിൾ ബോണ്ട് വരുമ്പോൾ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ആൽക്കൈൻ. നമുക്കിവിടെ തന്നിട്ടുള്ള ആൽക്കെയിൻ ആണ്, സിംഗിൾ ബോണ്ട് ആണ്. സഫിക്സ് ANE. നമ്പർ ഓഫ് ബ്രാഞ്ച് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ നമുക്ക് ഒരു ബ്രാഞ്ച് കാണുന്നു. നെയിം ഓഫ് ദ ബ്രാഞ്ച് അത് മീത്തൈലാണ്. മീതൈനാണ് ബ്രാഞ്ച്. അപ്പോൾ എഴുതുമ്പോൾ മീത്തൈൽ METHY. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. പൊസിഷൻ നമുക്ക് 2 തരത്തിൽ എണ്ണാം. ഇവിടുന്ന് 1 2 3 അല്ലെങ്കിൽ 1 2 3 4 5. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോഴാണ് ഈ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്നത്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എണ്ണുന്നതെങ്കിൽ 1 ബ്രാഞ്ചിൻ്റെ സ്ഥാനം 4ാമത്തെ സ്ഥാനത്ത് വരും. റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുമ്പോൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ 2ാമത്തെ സ്ഥാനത്തായിരിക്കും. അപ്പോൾ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ പൊസിഷൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് നമ്മൾ 2 എന്ന് എഴുതി. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ 2-2 ബ്രാഞ്ച് മീതൈലാണ്. 2 മീതൈൽ പെൻറ്റെയിൻ. 2 മീതൈൽ പെൻറ്റെയിൻ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതിൻ്റെ വിധം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് പ്ലസ് -2 നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് വേർഡ് റൂട്ട് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇതിൻ്റെ ആൻസർ 2 മീതൈൽ പെൻറ്റെയിൻ എന്ന്. ഇനി അടുത്തൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കിയ ടേബിൾ നമുക്ക് ഫിൽ ചെയ്യാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ, നമ്പർ ഓഫ് നെയിം ഓഫ് ബ്രാഞ്ച് IUPAC. ആദ്യത്തെ 1 2 3 1 2 3 6 ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. നമുക്ക് ഇവിടെ തന്നെ നമ്പർ എഴുതിയിട്ട് പോവാം. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണിയാൽ 1 2 രണ്ടാമത്തെ സ്ഥാനത്ത് ബ്രാഞ്ച് കിട്ടും. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ 1 2 സ്ഥാനത്തായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ടു റൈറ്റ് വേണം. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ അത് നമുക്ക് 6 എണ്ണം. നെയിം ഓഫ് ബ്രാഞ്ച് മീത്തൈലാണ്. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 1 രണ്ടാമത്തെ സ്ഥാനത്താണ്. ഇനി ഇതിൻ്റെ IUPAC നെയിം. അപ്പോൾ 2-2 AN സിംഗിൾ ബോണ്ടാണ്. അടുത്തത് 1 2 3 4. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലാണ് 4. ഇപ്പോൾ ഇവിടെ 2 വരും. ഇങ്ങോട്ട് എണ്ണിയാൽ 1 2 3 വരും. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ചെറിയ സംഖ്യ കിട്ടും 4. ഇങ്ങനെ വേണം നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ അവിടെ 4 ആണോ. ബ്രാഞ്ച് മീതൈൽ തന്നെയാണ്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുമ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ പൊസിഷൻ. അപ്പോൾ അത് 2. ഇനി ഇതിൻ്റെ പേരെഴുതാം. 4 ആണുള്ളത്, അതുകൊണ്ട് 2 മീതൈൽ ബ്യൂട്ടൈൻ ഏനെയാണ്. അടുത്തത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ദ ലോങ്സ്റ്റ് ചെയിൻ. നെക്സ്റ്റ് 1 2 3. പക്ഷേ ഇതിനെ ഈതയിലായിട്ട് കണക്ക് കൂട്ടണ്ട. ഇതിനെ നമുക്ക് ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ എങ്ങനെ എണ്ണിയാലും ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ പരിഗണിച്ചാൽ 1 2 3 4 5 6 എണ്ണം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് 6 കാർബൺ ആറ്റം കിട്ടും. ഇനി എണ്ണേണ്ടത് എവിടെ നിന്ന്? 1 2 3 4. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് ഇതിനെ ബ്രാഞ്ചായിട്ട് നമ്മൾ പരിഗണിക്കും. ഇത് 4ാം സ്ഥാനത്താണ്. ഇവിടെ നിന്നാൽ 1 2 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ നിന്നോ 2 4. ഇത് കാണുമ്പോൾ നേരെ ചെയിൻ എണ്ണി 1 2 3 4 5. 5ഉം ഇവിടെ ഈതയിൽ ബ്രാഞ്ചായിട്ടും വിചാരിക്കരുത്. ഏറ്റവും വലിയ കാർബൺ ചെയിൻ തന്നെ സെലക്ട് ചെയ്യണം. അത് വളഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 2 3 4 5 6. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ലോങ്സ്റ്റ് ചെയിനിൽ 6 കാർബൺ ആറ്റം. അപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് ഇതാണ്, മീതൈലാണ്. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ച്
1 2 3 ഇവിടെയാണ് ബ്രാഞ്ചുകൾ. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനം. ഇതിൻ്റെ പേര് 3 ഹെക്സെയിൻ ആണ്. ഇനി അടുത്തത് 1 2 3 1 2 3 എങ്ങനെ എണ്ണിയാലും ലോങ്സ്റ്റ് ചെയിൻ 5 കാർബൺ. ഇനി പൊസിഷൻ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഇതും എങ്ങനെ എണ്ണിയാലും 1 2 3 ഇവിടെ നിന്ന് എണ്ണിയാലും 1 2 3 ഇവിടെ നിന്ന് എണ്ണിയാലും 1. നമുക്ക് നമ്പർ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇവിടെ ഏത് സൈഡിൽ നിന്ന് നമ്പർ എഴുതിയാലും പൊസിഷൻ ഒരേപോലെ തന്നെയാണ്. വന്നിരിക്കുന്ന ബ്രാഞ്ച് ഈത്തൈലാണ്. പൊസിഷൻ 3 5 എന്നാണ് അപ്പോൾ പെൻ. ഇനി ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്നാൽ എഴുതുന്ന രീതി. ഇവിടെ ടെക്സ്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഒന്ന് പറയാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. ഇവിടെ നിന്ന് എണ്ണി 7 എണ്ണം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2 ബ്രാഞ്ച്. രണ്ടാമത്തെ സ്ഥാനത്തും അഞ്ചാമത്തെ സ്ഥാനം. പൊസിഷൻ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് വൈ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വന്നാൽ ഫസ്റ്റ് അവിടുത്തെ ബ്രാഞ്ച് ഇവിടെ 3-ാം സ്ഥാനത്ത്, 3ഉം 6ലുമാണ്. പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് ടു ലെഫ്റ്റ് എടുത്ത് ഇവിടെ 2-ാം സ്ഥാനത്താണ്. അപ്പോൾ നമുക്കത് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്ന രീതിയിൽ വേണം. ഇനി അത് തമ്മിൽ കൂട്ടി നോക്കിയാലും ആൻസർ ചെറിയ സംഖ്യ കിട്ടുന്ന രീതിയിൽ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്താൽ ഇവിടെ 3ഉം 6ഉം കിട്ടും. 6 3 9 ആയിരിക്കും കിട്ടുക. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 2ഉം 5ഉം ആണ് കിട്ടുക. 2ഉം 5ഉം 7 ആണ് കിട്ടുക. അപ്പോൾ ഏറ്റവും ചെറുത് നമുക്ക് ഇവിടെ 2 കിട്ടുന്ന രീതി. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ നമ്പർ എഴുതേണ്ട. ശരിയാണ്. അപ്പോൾ കറക്റ്റ് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചസ് 2 5 ആണ് സെലക്ട് ചെയ്തു. IUPACനെയും 2 5 ഡൈ മീഥൈൽ ഹെപ്റ്റൈൻ ആണ്. ഇനി ഇവിടെ മറ്റൊരു കാർബൺ ചെയിൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഫൈനൽ ആൻസർ മാത്രം ടെസ്റ്റ് തന്നിട്ടുണ്ട്. 2 3 5 ട്രൈ മീഥൈൽ. ഇതിൻ്റെ ഓരോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ 1 2 3 4. മെയിൻ ചെയിനിൽ 6 എണ്ണമാണ് ഉള്ളത്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 1. നെയിം ഓഫ് ബ്രാഞ്ചസ് എല്ലാം ഒരേ ബ്രാഞ്ച് തന്നെയാണ്, മീഥൈൻ തന്നെയാണ്. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ നമ്പർ. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോഴും ഇവിടെ നമ്പർ 2 തന്നെയാണ്. വെൻ ഡസ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് എ ലോവർ പൊസിഷൻ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് പൊസിഷൻ. ഇവിടെ ഫസ്റ്റ് ബ്രാഞ്ച് എന്തായാലും ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെയാലും 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിന്റെ സമ്മ് നമുക്ക് ചെറിയ നമ്പർ. സെക്കൻഡ് ബ്രാഞ്ച് വൈ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ 1 2 3 4 ഇതിന്റെ ബ്രാഞ്ച് 4-ാം സ്ഥാനത്ത്. റൈറ്റ് ടു ലെഫ്റ്റ് പോവുകയാണെങ്കിൽ 1 2 3-ാം സ്ഥാനത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണിയാൽ 4 ആണ്, റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണിയാൽ 3 ആണ്. വേണ്ടത് വൈ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2 3 5 ആണ്. ഇതിന്റെ പേര് 2 3 5 ട്രൈമീഥൈൽ ഹെക്സൈൻ. നേരത്തെ ക്വസ്റ്റ്യൻ, if a carbon atoms has 2 identical branches, their position numbers should be repeated. CH3 CH3 ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഈ ചെയിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിനിൽ എങ്ങനെ എണ്ണിയാലും 3 കാർബൺ ആറ്റം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2 സൈഡിലേക്കും അല്ലെങ്കിൽ മുകളിലും താഴെ എങ്ങനെ വിചാരിച്ചാലും അവിടെ 2 ബ്രാഞ്ച്. നെയിം ഓഫ് ബ്രാഞ്ചസ്, പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചസ് രണ്ടാമത്തെ സ്ഥാനത്ത്. അപ്പോൾ IUPACനെയും 2 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 3 ഡൈമീഥൈൽ പെൻറ്റൈൻ. ഡൈമീഥൈൽ പെൻറ്റൈൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. അപ്പോൾ 2 2 ഡൈമീഥൈൽ പെൻറ്റൈൻ എന്നൊരു പേര് നമുക്കുള്ളൂ. അതിൽ നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം? പെൻറ്റൈൻ ആണ്, എന്തായാലും 5. ലെറ്റ്സ് റൈറ്റ് ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ അപ്പോൾ 5 കാർബൺ ആറ്റങ്ങൾ 1 2 3 4 5 6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 കാർബൺ എഴുതുക. ഇനി ഹൈഡ്രജൻ ചേർക്കണം. വാട്ട് ആർ ദ ബ്രാഞ്ചസ്? ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 3 ഡൈമീഥൈൽ ആണ്. അപ്പോൾ 2 2 മീഥൈൽ
ഗ്രൂപ്പ്സ് ആണ് വന്നിരിക്കുന്നത്. 2 methyl groups. What are their position numbers? അതും ക്വസ്റ്റ്യൻ ഉണ്ട്. 2 നമുക്ക് 2 3 methyl പെൻറ്റേൻ തന്നിട്ടുണ്ട്. അപ്പോൾ 2 and 3. Write the structural formula by attaching the branches to the main chain. ടെക്സ്റ്റ് തന്നിട്ട് ബ്രാഞ്ച് മാത്രം എഴുതിയിട്ട് ഇനി ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആവശ്യം കൊടുക്കണം. ഇവിടെ CH3 അവിടെ കൊടുത്ത് എഴുതി തന്നിട്ടുണ്ട്. Write the structural formula by attaching the branches to the main chain. അപ്പോൾ ബ്രാഞ്ച് CH3 രണ്ട് methyl ഗ്രൂപ്പുകൾ രണ്ടാമത്തെ സ്ഥാനത്തും മൂന്നാമത്തെ സ്ഥാനത്തും കൊടുത്ത് അവിടെ എഴുതി വെച്ചു. Complete the structure by filling up all valencies of carbon atoms with hydrogen. അപ്പോൾ ഓരോന്നിന്റെ കൂടെ ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ ആദ്യം CH തന്നെ കൊടുത്തു. ഇവിടെ ബ്രാഞ്ച് എഴുതി കഴിഞ്ഞു. ഇനി ഹൈഡ്രജൻ കൊടുത്തു. ഇനി വേണ്ടത് CH ഇവിടെ വന്നിരിക്കുന്നത് CH3 ആണ്. കാരണം ഒരു കാർബണിന് വാലൻസ് 4 ഹൈഡ്രജൻ ആറ്റംസ് വേണം. അപ്പോൾ ഇവിടെ ഈ കാർബണും ഈ കാർബണും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ 4 മുതൽ ഒരു ബോണ്ട് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി വേണ്ടത് ഇതിന് ചുറ്റും വേണ്ടത് 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അതാണ് CH3 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈ കാർബണായിട്ടൊരു ബോണ്ട് ഉണ്ട്, ഇതുമായിട്ടൊരു ബോണ്ട് ഉണ്ട്, ഈ ബ്രാഞ്ചുമായിട്ടൊരു ബോണ്ട്. അപ്പോൾ 3 അവിടെ കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് CH കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും CH മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങോട്ട് നിന്ന് ഒരു ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ മാത്രം മതി. ഇനി ഇവിടെ ഈ കാർബണായിട്ടൊരു ബോണ്ട് ഉണ്ട്, ഇതുമായിട്ടൊരു ബോണ്ട്. അപ്പോൾ ബാക്കി 2 എണ്ണം. ഇതാണ് CH2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ CH3 കാരണം ഈ കാർബണും ഈ കാർബണും തമ്മിലേ ബോണ്ടുള്ളൂ. ബാക്കി 3 വേക്കന്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ 3 കാർബൺ ആറ്റം കൊടുക്കണം. അതുകൊണ്ടാണ് CH3 കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2,4-dimethyl pentane. 2,4-dimethyl pentane. 2,4-dimethyl heptane. അപ്പോൾ ഹെപ്റ്റൈൻ ആണ്. അപ്പോൾ നമുക്ക് കാർബൺ ചെയിൻ ആദ്യം 7 കാർബൺ. 1 2 7 കാർബൺ. 2,4-dimethyl heptane. ഹെപ്റ്റൈൻ 7. ഇത് നമുക്ക് 2 മീഥൈൽ ഗ്രൂപ്പുകളാണ്. 2,4 രണ്ടാമത്തെ സ്ഥാനത്തും 4ാമത്തെ സ്ഥാനം മീഥൈൽ ഗ്രൂപ്പ് ഡൈമീഥൈൽ ആണ്. അപ്പം CH3. ഇനി വേണ്ടത് അപ്പോൾ നമുക്ക് 2,4-dimethyl കിട്ടി. ഇനി ഹെപ്റ്റൈൻ 7 ഹെപ്റ്റൈനുമായി. ഇനി ആവശ്യത്തിന് ഇവിടെ CH3 വേണം. കാരണം 3 ഇവിടെ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് ഉണ്ട്, ഇങ്ങോട്ടുണ്ട്. അപ്പോൾ 3 എണ്ണമായി. ഇനി CH ഒരെണ്ണം മതി. ഇവിടെ CH2 ഇവിടെയും 1 2 3 സ്ഥാനം CH2 ഇവിടെ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാർബണായിട്ട് കൊടുത്തിട്ടുള്ളൂ. CH3 CH CH2 CH CH2 CH2 CH3 രണ്ടിലും 4ലും ഓരോ ബ്രാഞ്ച്.